ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെയും സൃഷ്ടിച്ചു. ദൈവം ആകാശം ഭൂമിയെ സൃഷ്ടിച്ച ഭൂമി എത്ര മനോഹരമാണല്ലേ. നോക്കിക്കേ, ഇത് പുന്നമടക്കായലാണ്. ഈ പുന്നമടക്കായലും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഈ സൃഷ്ടി എത്ര മനോഹരമാണെങ്കിൽ നമ്മുടെ സൃഷ്ടിതാവ് എത്രയോ ഉന്നതനാണ്. അവൻ്റെ സൗന്ദര്യം വർണ്ണിക്കാൻ കഴിയുമോ? അവൻ സൃഷ്ടിച്ച ഒരു വാക്ക് കൊണ്ടുണ്ടാകട്ടെന്ന് പറഞ്ഞപ്പോൾ ഈ ഭൂമിയിലുള്ള സകല ഭൂമിയും ആകാശവും എല്ലാം വാക്കുകൾ കൊണ്ട് സൃഷ്ടിച്ചത്. ശബ്ദം, അവൻ്റെ ശബ്ദം. അങ്ങനെയെങ്കിൽ ആ സൃഷ്ടിതാവ് എത്ര മനോഹരമാണ് കാണാൻ അല്ലേ. അവൻ്റെ മുഖം, അവൻ്റെ സാന്നിധ്യം, അവൻ്റെ സ്നേഹം അതെത്രയോ ഉന്നതമായിരിക്കും. അങ്ങനെയെങ്കിൽ ആ സൃഷ്ടിതാവിനെ എന്നറിയുവാൻ, ആ രക്ഷകനായ കർത്താവായ യേശുവിനെ എന്നറിയുവാൻ അല്ലേ നമുക്ക് ദൈവം എത്ര വഴികളാണ് തന്നിരിക്കുന്നത്. ദിനം പ്രതി നമുക്ക് അവനെക്കുറിച്ച് കേൾക്കുവാനോ അറിയുവാനോ അവസരം തന്നു. എന്നാൽ പലരും അത് നിഷേധിച്ചു കഴിയുമ്പോൾ ആ നിഷേധം അവരെ കൊണ്ടെത്തിക്കുന്നത് നിത്യമായ ഒരു നാശത്തിലേക്കല്ലേ, നിത്യമായ ഒരു അഗ്നിയിലേക്കല്ലേ. അതുകൊണ്ട് ആ രക്ഷകനിലേക്ക് വരിക. ആ രക്ഷിതാവ് ഒരുക്കിയ ഈ ഭൂമിയും അതിൻ്റെ പൂർണ്ണതയെല്ലാം അത് കണ്ട് ആസ്വദിക്കുകയും ഇവിടെ സമാധാനത്തോടെ ജീവിക്കുവാൻ ദൈവം തരുന്ന എല്ലാ അവസരങ്ങളും സന്തോഷത്തോടെ ഉപയോഗിക്കുക. മറ്റുള്ളവരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുക. ദൈവനാമം മഹത്വപ്പെടട്ടെ.